ജീവിത വിജയം കൈവരിക്കാനുള്ള, ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരിക്കുവാനുള്ള ആ 5 കൂട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോണത്. ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കണം. ജീവിതത്തിൻ്റെ ആ വിജയമെന്ന ലക്ഷ്യം അത് നേടിയെടുക്കുവാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, ശത്രുക്കൾ വരും. നമ്മുടെ 4 വശത്തു നിന്നും പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റ് പോലെ ഒരുപക്ഷെ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. യോശുവ അത് അനുഭവിച്ചിട്ടുണ്ട്, മോശ അത് അനുഭവിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു അനുഭവിച്ചിട്ടുണ്ട്, പൗലോസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരെ ആരെയും ഒരൊറ്റ പ്രതികൂലത്തിനും പുറകോട്ടടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, തോൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട്, ആ പ്രതിബന്ധങ്ങളെ നോക്കിക്കൊണ്ട് ഈ ദൈവത്തിന്റെ ദാസന്മാർ ഉറപ്പോടെ, ആത്മധൈര്യത്തോടെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അവർ ശത്രുക്കളെ ജയിച്ച് മുന്നോട്ട് നീങ്ങി ജീവിത വിജയം കൈവരിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ജീവിതത്തിന് അഭിവൃദ്ധിയും പുരോഗതിയും ലഭിക്കണമെങ്കിൽ ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട ശീലമാണ് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നമ്മുടെ ഉറപ്പ് എന്താണ്? ദൈവവചനമാണ്. ദൈവമാണ് നമ്മുടെ ഉറപ്പ്. യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാർ, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അസാമാന്യ ധൈര്യത്തോടുകൂടെ യേശുവിൻ്റെ സുവിശേഷം അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ അവർ വീര്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അവർ അസാമാന്യ ധൈര്യം കൊണ്ട് യഹൂദ പരീശന്മാർ ഞെട്ടിവിറച്ചുപോയി. ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തു വേണം? നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കണം. ഒരു മനുഷ്യനെയും പേടിക്കരുത്, ഒരു സാത്താനെയും പേടിക്കരുത്, ഒരന്ധകാരത്തെയും പേടിക്കരുത്. യേശുവിനെ മാത്രം പേടിച്ചാൽ മതി. യേശു നടത്തിക്കൊള്ളും. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. രണ്ടാമത്തെ ശീലം എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിത വിജയം കൈവരിക്കാനുള്ള അതിപ്രധാനപ്പെട്ട രണ്ടാമത്തെ ശീലം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചങ്ങ് നടക്കണം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇന്ന് അനുസരിക്കുന്ന കാര്യം പലർക്കും ഇഷ്ടമല്ല. നമ്മുടെ മക്കളോട് പോലും ചില കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ, മോനെ നീ അത് ചെയ്യ്, മകളെ നീ ഇത് ചെയ്യ്, ഇഷ്ടമല്ല. ഈ മൊബൈൽ ഫോണൊക്കെ നിരന്തരമായി ഉപയോഗിക്കുന്നത് കുറയ്ക്ക്, ഇഷ്ടമല്ല. അവർക്ക് ബോധിച്ച വണ്ണം അവർ ജീവിക്കുമ്പോൾ ഓക്കെ നീ അങ്ങനെ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? ദൈവത്തെയും ദൈവത്തിൻ്റെ വാക്കുകളെയും ശിരസാ വഹിച്ച് ആ വ്യക്തി അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന് ആ വ്യക്തിയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾ നമ്മുടെ വാക്കുകളെ ചോദ്യം ചെയ്യാതെ അവർ അനുസരിക്കുന്നത് കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു സ്നേഹത്തിന്റെ വർധനവ് നമുക്ക് അവരോടുണ്ടാവും. നമ്മളെ ധിക്കരിക്കുന്നവരാണെങ്കിൽ, നമ്മളെ അനുസരിക്കാതിരിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉള്ള സ്നേഹം കൂടി നഷ്ടപ്പെട്ടു പോകും. ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ
ഈ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ, യേശുവിൻ്റെ വാക്കുകൾ, ഈ 66 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണം, കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ നമ്മൾ അനുസരിക്കുന്നവരായി ജീവിക്കണം. അനുസരിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണ്? യേശു പറഞ്ഞ വാക്കുകൾ ആ കല്യാണ വീട്ടിലെ വേലക്കാർ, ശുശ്രൂഷക്കാർ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ പറഞ്ഞപ്പോൾ അവര് വെള്ളം നിറച്ചു, വക്കോളം നിറച്ചു എന്നാണ്. ഇപ്പോൾ കോരി കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അവർ കൊണ്ടുപോയി കൊടുത്തു, പച്ചവെള്ളം കൊണ്ടുപോയി കൊടുത്തു. അത് രുചിച്ചു നോക്കിയ വിരുന്നുവാഴി ഞെട്ടിപ്പോയി. അതിസുന്ദരമായ വീഞ്ഞ് കണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം അവിടെ ഉണ്ടായി? അവിടെ ആ കല്യാണ വീട്ടിൽ എന്തുകൊണ്ട് ആ സന്തോഷമുണ്ടായി? ആ ശുശ്രൂഷക്കാരുടെ ചോദ്യം ചെയ്യാതെയുള്ള അനുസരണമാണ് അവരെ, ആ കുടുംബത്തെ വലിയൊരു സന്തോഷത്തിലേക്ക് നയിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിത വിജയവും ജീവിതത്തിൽ അഭിവൃദ്ധിയും കൈവരിക്കണമെങ്കിൽ ദൈവത്തെ നമ്മൾ അനുസരിക്കണം. രാജ്യത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ അനുസരിക്കണം. ബൈബിൾ പ്രമാണങ്ങളെ നമ്മൾ അനുസരിക്കണം. മുതിർന്നവരെ നമ്മൾ അനുസരിക്കണം. അനുസരണത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, 100% ഉറപ്പായി പറയട്ടെ, കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കും. ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ജീവിത വിജയം കൈവരിക്കാനുള്ള 3ാമത്തെ ശീലത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ഈ ന്യായപ്രമാണം വിട്ട്, ഈ വചനം വിട്ട്, ഈ ഉപദേശം വിട്ട് നീ ഇടത്തോട്ടും മാറരുത്, വലത്തോട്ടും മാറരുത്. ഇന്ന് പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? അവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി വേണം, ജീവിത വിജയം വേണം, നന്മ വേണം, പുരോഗതി വേണം. പക്ഷേ ന്യായപ്രമാണം വിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ ഈ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ വിട്ട് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും. അവരോടൊപ്പം നിൽക്കും, ഇവരോടൊപ്പം നിൽക്കും. അതാ കുഴപ്പം. നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന പല കുടുംബങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചോ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരഭിവൃദ്ധിയും അവർക്കുണ്ടാകാറില്ല. പ്രാർത്ഥനയ്ക്ക് വരുന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, ദൈവത്തെ സ്തുതിക്കും. പക്ഷേ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട പോലെ അങ്ങിരിക്കും. ഒരഭിവൃദ്ധിയുമില്ല, ഒരു ജീവിത വിജയവുമില്ല. എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് പറയാനുള്ളത്. എന്താണ് ഇതിന് കാരണം? അവരുടെ ജീവിതം ശരിക്കും നമ്മൾ പഠിച്ചാൽ നമുക്കതിന് ഉത്തരം കിട്ടും. അവരൊരു വിശ്വാസിയാണെങ്കിലും ഒരു ദൈവവൈതലാണെന്ന് അവകാശപ്പെടുമ്പോഴും അവര് ഈ ന്യായപ്രമാണം വിട്ട്, ഈ ന്യായപ്രമാണത്തിലെ ഉപദേശങ്ങൾ വിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ ജീവിതത്തിലേക്ക് അടുത്തു വരുമ്പോൾ ഈ പ്രമാണത്തെ അങ്ങ് മാറ്റി അങ്ങ് വെക്കും. എന്നിട്ട് ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ലോകമോഹങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, മനുഷ്യന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി ആ നേരെ പോകേണ്ട വഴിയിൽ നിന്നും മാറി മാറി സഞ്ചരിക്കും. എങ്ങനെ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും?
എങ്ങനെ ആ വ്യക്തി ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും? 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ന്യായപ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് ദൈവം അവയെ നിനക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഞാങ്ങണ പോലെ ഒരു കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട്, മറ്റൊരു കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട്, ഇങ്ങനെ പോകാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. പത്രോസ് ഒരു ഞാങ്ങണയായിരുന്നു. ചില സമയത്ത് ഭയങ്കര വിശ്വാസം, ചില സമയം വരുമ്പോൾ ഒരു വിശ്വാസവും ഇല്ല. യേശു കടലിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, കർത്താവേ അങ്ങാണെങ്കിൽ എന്നെയും വിളിക്കാൻ പറഞ്ഞു. കടലിലേക്ക് എടുത്ത് ചാടി. കുറച്ചു ദൂരം പുള്ളിക്കാരൻ നടന്നതാ. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ചുറ്റുപാട് നോക്കി, ഞാനൊരു മനുഷ്യനല്ലേ, ഇന്നേ വരെ ഒരു മനുഷ്യനും വെള്ളത്തിൽ മീതെ നടക്കുന്നത് കണ്ടിട്ടില്ല. അവൻ ഭയന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോയി. പത്രോസ് പലവട്ടം പറഞ്ഞു, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു പോയാലും യേശുവേ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ചു പോകില്ല. ആ പത്രോസ്, ഒരു കൊച്ചു പെൺകുട്ടി യേശുവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ രാത്രിയിൽ, നീയും ആ നസ്രായനായ യേശുവിനോട് കൂടിയുള്ളവനാ തന്നെയാണല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാനല്ല. അപ്പോൾ അവള് പറഞ്ഞു, അല്ല നീ തന്നെ, നിന്റെ ഉച്ചാരണം കേൾക്കുമ്പോൾ അറിയാമല്ലോ. ഉടനെ യേശുവിനെ പ്രാകാനും ശപിക്കാനും തുടങ്ങി. ഇതാണ് ഞാങ്ങണ. നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം വരുമ്പോൾ അങ്ങോട്ടും, നമുക്ക് ഇഷ്ടമുള്ള വേറെ വിഷയം വരുമ്പോൾ ഇങ്ങോട്ടും, ഇങ്ങനെ പോകാനുള്ളതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയുണ്ട്. യേശു എന്താ പഠിപ്പിച്ചത്? ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അതിലൂടെ കടക്കാൻ, ജീവനിലേക്ക് കടക്കുവാൻ, ആ ഇടുക്കത്തിന്റെ ഞെരുക്കത്തിന്റെ വാതിലൂടെ നിങ്ങൾ കടക്കാൻ പോരാടണമെന്നാണ് യേശു പറഞ്ഞത്. പോരാടാൻ, യുദ്ധം ചെയ്യാൻ. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വാതിലോ വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ ഈ മൂന്നാമത്തെ ശീലവും നമുക്കുണ്ടായിരിക്കണം. എന്തെല്ലാം പ്രശ്നം വന്നാലും, എന്തു വില കൊടുത്തും ഈ വചനത്തിന്റെ പാതയിൽ തന്നെ നിന്നോളാം. ഏട്ടത്തോട്ടും പോരുത്, വലത്തോട്ടും പോരുത്. നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ സാത്താനും ഈ ലോകവും അങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാ, വചനമൊന്നും ഇത്ര അനുസരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പ്രലോഭിപ്പിക്കുമ്പോഴും നാം ധൈര്യത്തോടുകൂടെ വചനത്തിന്റെ പാതയിൽ നിന്നോളാം. ജീവിതത്തിൽ അഭിവൃദ്ധിയും വിജയവും കൈവരിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ശീലത്തെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ വായിലുണ്ടായിരിക്കുന്നത് ലോകത്തിലൊരു കാര്യമല്ല. അതൊക്കെ നമ്മൾ പറയുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ വായിലുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ സംസാരത്തിൽ ഉണ്ടായിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വർത്തമാനമായിരിക്കണം, യേശുവിൻ്റെ വചനങ്ങളായിരിക്കണം, ഈ ന്യായപ്രമാണമായിരിക്കണം. ഈ ബൈബിളിലെ വചനങ്ങളാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. ബൈബിളിൽ സദൃശവാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. അതിലെന്താ പറയുന്നറിയാമോ? സദൃശവാക്യങ്ങൾ 18:21 പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഒരാൾ മരിക്കണോ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. നമുക്ക് മരിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഏതു മരിക്കാത്തവനും എത്ര ആരോഗ്യമുള്ളവനായും അവൻ അധികം വൈകാതെ മരണത്തിൽ എത്തിച്ചേർന്നിരിക്കും. ഉറപ്പാണ്. ഉള്ള ആരോഗ്യം പോകും, ഇല്ലാത്ത രോഗങ്ങളൊക്കെ വരും, അറ്റാക്കും വരാം, പല പല അസുഖങ്ങൾ വരാം. മരണം ഉറപ്പാണ്. മരണത്തെക്കുറിച്ച് വാ കൊണ്ട് നിരന്തരമായി പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും.
എന്നാൽ ജീവിതത്തിൽ ജീവൻ വേണോ? രോഗം മാറണമോ? ജീവിത വിജയം വേണമോ? നമ്മുടെ വാഗുണ്ട് ജീവനെക്കുറിച്ച് നമ്മൾ പറയണം, നന്മയെക്കുറിച്ച് പറയണം, പുരോഗതിയെക്കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് നിരന്തരമായി പറയുവാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും അറിയാമോ? സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാവും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. തുടർന്ന് പറയുന്നു, അതിൽ നാവിൻ്റെ അധികാരത്തിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. എനിക്കെപ്പോഴും മരണത്തെക്കുറിച്ച് പറയാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ മരണം അനുഭവിക്കും. എനിക്കെപ്പോഴും രോഗത്തെക്കുറിച്ച് പറയാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ രോഗിയായി തീരും. എന്നാൽ എൻ്റെ രോഗം മാറി ഞാൻ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസ്സോടുകൂടെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ നിരന്തരം പറയുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അതിലെത്തിച്ചേരും. ഇവിടെ യോശുവയോട് പറഞ്ഞത്, ജീവിതത്തിൽ അഭിവൃദ്ധിയും വിജയവും കൈവരിക്കണമെങ്കിൽ യോശുവയെ നിന്റെ വായിൽ നിന്ന് ഈ ന്യായപ്രമാണത്തിലുള്ള ഒരൊറ്റ വാക്കും നീങ്ങിപ്പോകാൻ പാടില്ല. എപ്പോഴും നിന്റെ വായിൽ ഈ ബൈബിൾ പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് പഠിപ്പിക്കണം, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, പ്രസംഗിക്കണം, സാക്ഷ്യം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. അങ്ങനെ പറയുമ്പോൾ ജീവിത വിജയം, ജീവിത അഭിവൃദ്ധി നമ്മുടെ പുറകെ വരും. ഇപ്പൊ ജീവിത വിജയം കൈവരിക്കാനുള്ള, ജീവിതത്തിന് അഭിവൃദ്ധി നേടാനുള്ള അഞ്ചാമത്തെ ശീലം എന്താണ്? രാവും പകലും ഈ വചനം നീ എന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനിക്കുകയും ചിന്തിക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും. ചിന്തിക്കും, നമ്മളത് വിടും. ചിന്തിക്കും, നമ്മളത് വിടും. എന്നാൽ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 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 അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിനെയാണ് ധ്യാനിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനൊരു ഉദാഹരണം പറയാം. ഈ ആടും പശുവൊക്കെ ഉണ്ടല്ലോ, മേയാൻ പോകും. ഇത് പുല്ല് കടിച്ച് തിന്ന് അത് തൻ്റെ അണപ്പല്ല് കൊണ്ട് ചവച്ച് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചവച്ചിട്ട് വയറ്റിലേക്ക് ഇറക്കില്ല. വയറ്റിലേക്ക് ഇറക്കോ? വയറ്റിലേക്ക് ഇറക്കിയാലാണ് ദഹിച്ച് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുകയുള്ളൂ. പക്ഷെ ഈ ആടും പശുവൊക്കെ എന്താ ചെയ്യുന്നത്? അത് ചവച്ച് ഉരുളയാക്കി ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് അത് സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ഓരോ കടിയിലും, ഓരോ പുല്ലിൻ്റെ ഓരോ കടിയിലും അത് കടിച്ച് അത് ചവച്ച് ഉരുളയാക്കി ഇവിടെ വെക്കും. അങ്ങനെ പല 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 ഉരുളകളായിട്ട് ഈ തൊണ്ടയുടെ ഭാഗത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചോ, പശുവിനൊക്കെ ശ്രദ്ധിച്ചു, ഇവിടെ നിക്ഷേപിച്ചു വെക്കും. എന്നിട്ട് ഇത് ഏതെങ്കിലും ഒരു തണലത്തങ്ങ് പോയി കിടക്കും, അല്ലെങ്കിൽ നിൽക്കും. നിന്നിട്ട് ഈ ഓരോ ഉരുള വീണ്ടും വായിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ചവച്ച് 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 നല്ല സന്തോഷിച്ച് അരച്ച് പാല് പോലെ ആക്കി വിഴുകും. എത്ര ഉരുള ഈ തൊണ്ടയിലുണ്ടോ അതെല്ലാം ചവച്ച് അരച്ച് പാല് പോലെയാക്കി അത് വയറ്റിലേക്ക് വിഴുങ്ങും. അപ്പൊ ഈ ഉദാഹരണം നമ്മൾ പറഞ്ഞെന്നറിയാമോ? ആ പശുവിന്, ആടിന് ആ പുല്ലിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ വിറ്റാമിനും
എല്ലാവിധ ഗുണങ്ങളും അതിന് ലഭിച്ചതിന് കാരണം, അതിന് ശരീരത്തിന് ലഭിച്ചതിന് കാരണം അത് നന്നായിട്ട് ചവച്ചരച്ച് അത് വിഴുങ്ങിയതുകൊണ്ടാണ്. ഇതുപോലെ ദൈവത്തിന്റെ ന്യായപ്രമാണം, ഈ ദൈവവചനത്തിലുള്ള സത്യങ്ങൾ, ഈ നിർമ്മലമായ സത്യങ്ങൾ, ഈ ഉപദേശങ്ങൾ, നമ്മൾ വായിക്കുന്ന, നമ്മൾ കേൾക്കുന്ന, പ്രസംഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആ വചനത്തിന്റെ എല്ലാ കാര്യങ്ങളും വെറുതെ കേട്ട് കളയാൻ പാടില്ല. മറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് വീട്ടിൽ പോയ ശേഷം വീണ്ടും പഠിക്കണം, വീണ്ടും വീണ്ടും ചിന്തിക്കണം, വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കണം. അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന മുഴുവൻ സത്യങ്ങളും മുഴുവൻ അനുഗ്രഹങ്ങളും ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക്, മണ്ഡലങ്ങളിലേക്ക് അത് ഇറങ്ങി വരുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് അഭിവൃദ്ധിയും വിജയവും നേടണമെങ്കിൽ ഈ 5 കൂട്ടം നല്ല ശീലങ്ങൾ, ഈ 5 കൂട്ടം നല്ല ശീലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായേ പറ്റൂ. ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, നിങ്ങൾ അഭിവൃദ്ധിയുടെ പാതയിലാണ്, ജീവിത വിജയത്തിൻ്റെ പാതയിലാണ്. ദൈവം നിങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും, വഴി നടത്തും.